மாதிரி பேசிக்கிட்டே இருக்கிறாரு. கவர்மெண்ட் பண்ணிட்டு அவர் பண்ணியா மழை பெய்யுது லீவு காலைல கிளம்பி போந்திவானு வேதா வந்தோன்னு நின்றோம் ஆண்டி வீட்டுக்கு பஸ்ஸே இல்லை காலைல பைக்கில் வந்தோம் சோனையோட பைக்கில் வந்தோம். തമിഴ്നാട് എന്ന സ്ഥലം നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം തമിഴ് സിനിമയിലൂടെ നമ്മൾ കണ്ട സ്ഥലങ്ങളും ആളുകളും രീതികളുമൊക്കെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. AR റഹ്മാനും ബസ്സിൽ വെച്ച് എന്നെ പരിചയപ്പെട്ടവരാണ് ഈ 3 പേർ. രാമേശ്വരത്തെ കോളേജിൽ ഡിഗ്രി പിള്ളേരാണ്. പാമ്പൻ പാലത്തിലേക്ക് എവിടെ ഇറങ്ങണം എന്നെല്ലാം ഇവർ പറഞ്ഞു തന്നു. ഒരു മലയാളി യൂട്യൂബറാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ പെരുമാറ്റം സൗഹാർദ്ദപരമായിരുന്നു. പാമ്പൻ പാലത്തെക്കുറിച്ച് അവർക്കറിയാവുന്ന അറിവുകൾ അവർ എന്നോട് പങ്കുവച്ചു. മണിരത്നം, AR റഹ്മാൻ, മാധവൻ ടീമിൻ്റെ കന്നത്തിൽ മുത്തമിട്ടാൽ എന്ന ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഈ പാമ്പൻ പാലത്തിലായിരുന്നു അത്രേ. മലയാള സിനിമയെക്കുറിച്ച് എൻ്റെ ചോദ്യത്തിന് അവരുടെ ഉത്തരം: മലയാളം സിനിമ കാണാറുണ്ടോ? സിനിമ മലയാളം ഏതാ ഇഷ്ടപ്പെട്ട സിനിമ? നമ്മൾ പിടിച്ച സിനിമ ഏത് മലയാളം? തമിഴ് യൂത്തിന് മലയാള സിനിമയെക്കുറിച്ച് ഇന്ന് നല്ല മതിപ്പാണ്. പ്രേമം, കുറുപ്പ് തുടങ്ങിയ മലയാളം ന്യൂജൻ ആക്ടേഴ്സിൻ്റെ സിനിമകൾ ഇവരിൽ വൻ സ്വാധീനമാണ് ചെലുത്തിയത്. പയ്യന്മാരോട് യാത്ര പറഞ്ഞ് ഞാൻ പാമ്പൻ പാലങ്ങളുടെ മനോഹാരിത തേടി നടപ്പു തുടങ്ങി. നമ്മളിപ്പോൾ നടന്നു പോകുന്നത് പാമ്പൻ റോഡ് പാലത്തിന് മുകളിലൂടെയാണ്. ഏകദേശം 2 കിലോമീറ്ററിന് മുകളിൽ നീളമുള്ള പാലമാണിത്. 1988 പാമ്പൻ റോഡ് ബ്രിഡ്ജ് പണി പൂർത്തിയായി. 1988 രാജീവ് ഗാന്ധിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിനു മുൻപ് ഇന്ദിരാഗാന്ധി ഇതിൻ്റെ കമ്മീഷൻ ചെയ്തു. ഈ പാലത്തിൻ്റെ പേര് അണ്ണൈ ഇന്ദിരാഗാന്ധി റോഡ് ബ്രിഡ്ജ് എന്നാണ്. NH-49നെയും രാമേശ്വരം ദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ഏകദേശം 14 വർഷമെടുത്തു ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ. 1974 നവംബർ 17 ഈ പാലത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ഇന്ദിരാഗാന്ധി തുടക്കമിട്ടത്. 14 വർഷങ്ങളെടുത്തു ഇതിൻ്റെ പണി പൂർത്തിയാക്കുവാൻ. 2.2 കിലോമീറ്ററുകളാണ് ഇതിൻ്റെ യഥാർത്ഥ ദൂരം. പലപ്പോഴായി ഇതിൻ്റെ പണികൾ മുടങ്ങുകയുണ്ടായി. അത് കാരണം കൊണ്ട് 14 വർഷങ്ങൾ എടുക്കേണ്ടി വന്നു ഈ പാലം പൂർത്തിയാക്കി എടുക്കുവാൻ. ഇന്ത്യയിലെ തന്നെ ദൂരം കൂടിയ പാലങ്ങളിൽ ഒന്നാണിത്. 64 തൂണുകളാണ് ഇതിനെ താങ്ങി നിർത്തുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന പാമ്പൻ റോഡ് പാലത്തെക്കുറിച്ചാണ്.
യഥാർത്ഥത്തിൽ പാമ്പൻ പാലം എന്ന് വിളിക്കപ്പെടുന്നത് ഈ പാലമല്ല, ഇതിന് സമാന്തരമായി കാണുന്ന ഈ റെയിൽ പാലത്തിനെയാണ്. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയുടെ ഭാഗമായ പാമ്പൻ ദ്വീപിനെ പ്രധാന കരയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് പാമ്പൻ പാലം. തീവണ്ടിക്ക് പോകാനുള്ള പാലവും മറ്റു വാഹനങ്ങൾക്കായുള്ള പാലവും സമാന്തരമായി ഉണ്ടെങ്കിലും തീവണ്ടി പാലത്തിനെയാണ് പ്രധാനമായും പാമ്പൻ പാലം എന്ന് വിളിക്കുന്നത്. റോഡ് പാലത്തെക്കാൾ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള തീവണ്ടി പാലത്തിന് ഈ പേര് പണ്ടേ പതിഞ്ഞിരുന്നു. ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള പാമ്പൻ പാലം രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. 2345 മീറ്റർ നീളമുള്ള പാമ്പൻ പാലം രാജ്യത്തെ ഏറ്റവും നീളമുള്ള കടൽപ്പാലമാണ്. കപ്പലുകൾക്ക് കടന്നു പോകാൻ സൗകര്യമൊരുക്കി പകുത്തുമാറാൻ കഴിയുന്ന രീതിയിലാണ് പാലത്തിന്റെ നിർമ്മാണം. നമ്മളിപ്പോൾ കാണുന്ന ഈ ഭാഗം കപ്പലുകൾ വരുമ്പോൾ 2 ഭാഗങ്ങളിലേക്ക് പകുത്തുമാറും. അതുതന്നെയാണ് ഈ ഒരു പാലത്തിന്റെ പ്രത്യേക സവിശേഷത. മീറ്റർ ഗേജ് തീവണ്ടികൾക്ക് മാത്രം കടന്നു പോകാൻ കഴിഞ്ഞിരുന്ന പഴയ പാലം റെയിൽവേ വിപുലീകരണത്തിന്റെ ഭാഗമായി 2007 ബ്രോഡ് ഗേജായി മാറി. 107 വർഷം പഴക്കമുള്ള ഈ പഴയ റെയിൽ പാലത്തിന് സമാന്തരമായി തന്നെ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളിപ്പോൾ കാണുന്നത് പുതിയ റെയിൽ പാലത്തിന്റെ ഭാഗങ്ങളാണ്. വരുന്ന മാർച്ചോടുകൂടി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമെന്ന് വിലയിരുത്തപ്പെടും. ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് രംഗത്തെ വിദഗ്ധർ പുതിയൊരു വിസ്മയം തീർക്കുകയാണ്. ഈ പുതിയ പാമ്പൻ റെയിൽവേ പാലം രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ്. ഇത് ഉദ്ഘാടനത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. 2.7 കിലോമീറ്റർ നീളത്തിൽ ഇരട്ട പാതകളോടെയാണ് ഈ പാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ വേറെ ഒരു സവിശേഷത എന്നത് കപ്പലുകളെ കടത്തിവിടുന്നതിനു വേണ്ടി മധ്യഭാഗം പൂർണ്ണമായി കുത്തനെ ഉയർത്താൻ കഴിയുന്നു എന്നതാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ കീഴിൽ 1914 ഫെബ്രുവരി 24 ഈ പഴയ പാമ്പൻ റെയിൽ പാലം പണി പൂർത്തിയാക്കിയത്. അന്നത്തെ സാങ്കേതിക വളർച്ച വെച്ച് നോക്കുമ്പോൾ അത്യാധുനികമായിരുന്നു ഈ പാലം. ഇതിന്റെ പല ഭാഗങ്ങളും ലണ്ടനിൽ നിർമ്മിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കുകയായിരുന്നു. നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആ പഴയ റെയിൽ പാലത്തിലൂടെയാണ്. വരും ദിവസങ്ങളിൽ ഈ പാലം ഒരു ഓർമ്മ മാത്രമായി അവശേഷിക്കും. പുതിയ ടെക്നോളജിയും സൗകര്യങ്ങളുമൊക്കെയായി പുതിയ പാലം സമാന്തരമായി ഒരുങ്ങുന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ അടുത്ത രാമേശ്വരം യാത്ര ആ പുതിയ പാലത്തിലൂടെയാവട്ടെ എന്ന് പ്രത്യാശിക്കാം. രാമേശ്വരം ട്രിപ്പിൻ്റെ വീഡിയോ കാഴ്ചകൾ ഈ ഒരു എപ്പിസോഡോടുകൂടി അവസാനിക്കുകയാണ്. മുൻപത്തെ വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും തീർച്ചയായും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു യാത്രയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ സായി.